കണ്ണൂർ കോക്ടെയിൽ സന്യാസിയുമായിട്ട് മിക്സ് ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ രുചി എന്ന് നമുക്ക് കാണാം. ആദ്യമേ തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഷേക്കർ എടുക്കുന്നു. കാരണം ഇത് തണുപ്പില്ലാത്തതുകൊണ്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഷേക്കറിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ഇടുന്നു. അതിലേക്ക് നമ്മൾ സന്യാസി ഒരു 60 ഇത് കണ്ണൂർ കോക്ടെയിൽ ഇതുപോലെ മേടിച്ചുകൊണ്ട് വരിക വീട്ടിലേക്ക്. നമ്മളതിൻ്റെ ഒരു 120 നമ്മൾ ഒഴിക്കുകയാണ്. വേറെ ഒന്നുമില്ല, സിമ്പിൾ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു കൗതുകത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ഐസോടും കൂടിയാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. കാരണം ഇതിനകത്തുള്ള അണ്ടിപ്പരിപ്പും സുനാപ്ലിക്കേഷനൊക്കെ എല്ലാം ഇതിനകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മിസ്സാവും. ഷേക്കർ മൊത്തത്തിൽ ഓപ്പൺ ആക്കുന്നു. ആഹാ ചെയ്യണ്ട, ഞാൻ പറഞ്ഞ അണ്ടിപ്പരിപ്പ് ഒന്നും ഉണ്ടാ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ക്ഷമാസേ അതൊക്കെ പകുതിയെങ്കിലും ഞാൻ കുടിച്ചെന്റെ പകുതി കുടിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? ഇതിൽ മധുരം കുറവാണ്. അപ്പം മധുരം കുറവായത് കാരണം നമ്മൾ ഐസ് ഇട്ടതുകൊണ്ട് അതിൽ മധുരം കുറഞ്ഞു പോയി. പക്ഷെ നല്ലതല്ലേ, നമ്മൾ വെറുതെ പഞ്ചസാര ഇട്ടിട്ട് മധുരം കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. സംഭവം സെറ്റാണ്.